ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വലിയ ഹൈപ്പോട് കൂടി ഇത്തവണത്തെ വേൾഡ് കപ്പിന് എത്തിയ ടീമാണ് പോർച്ചുഗൽ. പക്ഷേ ആ ഹൈപ്പിനോട് നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ആരാധകരെ അവർ നിരാശപ്പെടുത്തി. പിന്നാലെ റോബർട്ടോ മാർട്ടിനസിന് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമായി. പകരം ജോർഹെ ജീസസ് വരികയാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. 2030 വേൾഡ് കപ്പ് വരെയായിരിക്കും ജോർഹെ ജീസസ് ഈ ടീമിനെ പരിശീലിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പോർച്ചുഗീസ് മാധ്യമമായ റെക്കോർഡ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിലേക്ക് മുൻ താരങ്ങളെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ജോർഹെ ജീസസ്. റിക്കാർഡോ കാർവാൽഹോ, പെപ്പെ ഈ രണ്ട് പേരെയും തൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ജോർഹെ ജീസസ് ഉള്ളത് എന്നാണ് പോർച്ചുഗീസ് മാധ്യമമായ റെക്കോർഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റിക്കാർഡോ കാർവാൽഹോ അതുപോലെ തന്നെ പെപ്പെ എന്നിവർ നേരത്തെ പോർച്ചുഗൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള വ്യക്തികളാണ്. അവരെ തൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് കൊണ്ടുവരാനാണ് ജോർഹെ ജീസസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ കൺഫർമേഷനുകൾ വരേണ്ടതുണ്ട്. പെപ്പെ എത്തുകയാണെങ്കിൽ അദ്ദേഹം പുതിയ ഒരു റോളിൽ പോർച്ചുഗൽ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് പറയേണ്ടി വരും. ഏതായാലും ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ജോർഹെ ജീസസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ ഒരു അറ്റാക്കിംഗ് ടീമിനെ പടുത്തുയർത്താനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.